എന്തുകൊണ്ടാണ് ഞാൻ ഈ ഐറ്റം ഉണ്ടാക്കാൻ ഇത്രയും ലേറ്റായി പോയെന്നുള്ളൊരു കുറ്റബോധത്തോടു കൂടി ഞാനൊരു മന്തിയുടെ റെസിപ്പി പറഞ്ഞു തരാം. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഉണ്ടാക്കി നോക്കുന്നത്. ആദ്യം ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ ഞാൻ റെസിപ്പി വീഡിയോ ആയിട്ട് ചെയ്യാറുള്ളൂ. അപ്പം ഞാനിവിടെ ലെഗ് പീസും ചെസ്റ്റിൻ്റെ പീസും എടുത്തിട്ടുള്ളത്. ഞാൻ ചെറിയ ചെറിയ പീസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് സ്പൈസസ്, അതായത് പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീവ്സിൻ്റെ അതും പിന്നെ ഹോളായിട്ടുള്ള കുരുമുളക് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്തേക്ക് കട്ട് ചെയ്ത ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. പിന്നെ മാഗി ക്യൂബാണ് വേണ്ടത്. മാഗി ക്യൂബ് ഒരു പാക്കറ്റ് വാങ്ങുമ്പോൾ അതിനകത്ത് 2 എണ്ണം ഉണ്ടാവും. ഇതിൽ ഒറ്റ ക്യൂബ് മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. മാഗി ക്യൂബ് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഉപ്പിടുമ്പം നമ്മൾ സൂക്ഷിച്ചിടണം, അതിനകത്തേക്ക് ഓൾറെഡി ഉപ്പ് ഉണ്ടാവും. പിന്നെ ഒരു 2-3 ഗാർലിക് എടുത്തിട്ട് ചതച്ചിട്ട് അതും, ഒരു ടീസ്പൂണിൽ ബട്ടറും, കളറിന് വേണ്ടി അവിടെ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫുഡ് കളർ ആഡ് ചെയ്യാം. അതിനുശേഷമാണ് ഞാൻ ഉപ്പ് ആഡ് ചെയ്യുന്നത്. ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രമേ ആഡ് ചെയ്യാവൂ. എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി. പക്ഷേ എൻ്റെ വലിയ ഉപ്പ് ഞാൻ അധികം രണ്ടാമത് ഇടാത്തതുകൊണ്ട് വലിയ കുഴപ്പം പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ഇടയ്ക്കിടെ പറയുന്നത്. പിന്നെ ഒരു തക്കാളി മിക്സിൻ്റെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അടിച്ചെടുക്കുക. അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഓയിലും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ ചിക്കൻ നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ആക്കിയിട്ട് റെസ്റ്റിന് വെക്കുക. ഞാനിവിടെ സ്പൂൺ എടുത്തത് ആദ്യം എടുക്കേണ്ടതുകൊണ്ടാണ്. എന്നിട്ട് അത് അടച്ചവിടെ വെക്കുക. അത് ആവശ്യമുണ്ട്. ഇനി നമ്മളൊരു പാത്രത്തിൽ അത്യാവശ്യം കുറച്ചധികം വെള്ളം എടുക്കുക. അരി വേവാനുള്ള വെള്ളം എടുക്കുക. അതിൻ്റെ അകത്തേക്ക് ഹാഫ് ലെമൺ കട്ട് ചെയ്തിട്ട് അതിടുക. പിന്നെ നല്ല ജീരകവും കുരുമുളകിൻ്റെ കുരുവോടുകൂടി അതും, പിന്നെ അരി വേവാനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക. ഉണക്ക നാരങ്ങ ഈ ടൈമിൽ ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. പിന്നെ ബസ്മതി റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. മന്തി റൈസ് അല്ല, ഇത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന റൈസാണ്. എനിക്ക് മന്തി റൈസ് കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങളത് കിട്ടുമെങ്കിൽ കടയിൽ നിന്ന് ചോദിച്ചു വാങ്ങാം മന്തി റൈസിന്. അപ്പോൾ ഈ ടൈം ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക, വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം അരി ഹാഫ് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ മനസ്സിലാമല്ലോ, പകുതി വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റൗ നിറക്കി ഊറ്റി വെക്കുക. നമ്മൾ അരിയൊക്കെ വാർക്കുന്നത് പോലെ ഊറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ചിക്കനിലേക്ക് ഈ റൈസ് ഇട്ട് കൊടുക്കുക. ഹാഫ് വേവായ റൈസ് ഇട്ട് കൊടുക്കുക. ശ്രദ്ധിക്കണം, നല്ലോണം വെന്ത് പോരുത്, അന്നേരം നന്നായിട്ട് കുഴഞ്ഞു പോകും. അതിനുശേഷം നമ്മളെ കയ്യിൽ പച്ചമുളകുള്ളത് പൊട്ടിച്ചിട്ടോ അല്ലെങ്കിൽ ഹോൾ പച്ചമുളക് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കും. ഇതെന്തിനാ വെക്കുന്നതെന്ന് എനിക്കറിയില്ല, ഫ്ലേവറിനായിരിക്കാം. അത് കഴിഞ്ഞിട്ട് അടച്ച് വെച്ചിട്ട് ഒറ്റ വിസിലാകുമ്പോഴത്തേക്കും നന്നായിട്ട് ചിക്കനും ആ റൈസൊക്കെ സെറ്റായിട്ടുണ്ടാവും. ഞാനിത് എങ്ങനെയായിരുന്നു തുറക്കുമ്പോൾ ഭയങ്കര മണമാണ്. സിമ്പിളാണ് ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ബിരിയാണി വെക്കുന്നതിനേക്കാൾ സിമ്പിളാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ചട്നിയായിട്ട് ഒരു തക്കാളിയും ഒരു ചെറിയൊരു വെളുത്തുള്ളിൻ്റെ അല്ലിയും കുറച്ച് ഉപ്പും കൂടിയിട്ട് അടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു സോസും കൂടി കിട്ടും. മല്ലിയിലയും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ്, സിമ്പിളാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം.